ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാന്റസി വേൾഡ് വിത്ത് സിജോ ജസ്റ്റിൻ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് കമ്പി കെട്ടുന്ന വരെയുള്ള ആ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോ, അതായത് കോൺക്രീറ്റ് ഇടുന്ന വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ട്, ഞങ്ങൾ രണ്ടുപേരും സ്വന്തമാട്ടോ കോൺക്രീറ്റ് ഇട്ടത്. അപ്പം ആ വീഡിയോ ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്കെല്ലാവർക്കും കാണാം. ഇപ്പോൾ കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഉണ്ടാക്കാനുള്ള കേട്ടോ. അതിന് നമ്മൾ പീസാൻറ്റും സിമൻറ്റും മെറ്റലുമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പീസാൻറ്റും മെറ്റലും നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇപ്പം മെറ്റൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അളവുണ്ട്. അതായത് ഒരു ചട്ടി സിമെൻ്റ് ആണെങ്കിൽ രണ്ട് ചട്ടി പീസാൻഡ്, പിന്നെ 3 ചട്ടി മെറ്റൽ. ഇതാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. ഈ അളവിലാണ് നമ്മൾ ഇടേണ്ടത്. ഇനിയിപ്പോൾ 2 ചട്ടി സിമെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കുക. അല്ല, നമ്മൾ എടുക്കുന്നത് 2 എന്നുള്ളത് 4 ആക്കുക, 3 എന്നുള്ളത് 6 ആക്കുക. അങ്ങനെ എത്ര വേണേലും കൂട്ടി എടുക്കാം കേട്ടോ. കുഴയ്ക്കുമ്പോൾ ഇതെല്ലാം ഒരേപോലെ വരണം കേട്ടോ. എല്ലാ സ്ഥലത്തും എല്ലാം ഒരേപോലെ അളവിൽ വന്നാൽ മാത്രമേ ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ മിക്സ് റെഡിയാവുള്ളൂ. പിന്നെ ഈ ഒരു ലൂസ് ആകുന്നത് വരെ വെള്ളം ഒഴിച്ച്, ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് 4 വഴിക്ക് ഒഴുകിപ്പോവും, സിമെൻറ്റ് മൊത്തം പോയിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിക്കുക, ഇളക്കുന്നതനുസരിച്ച് തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ലൂസ് വരുന്നത് വരെ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇങ്ങനെ നമ്മുടെ കോൺക്രീറ്റിനുള്ള മിക്സ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടിക്കകത്ത് ഇടുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഊട്ടിപ്പിടിച്ചിരിക്കും. അപ്പം സിമൻറ്റ് കളിക്കാൻ പോകുമ്പം ഒരു തുണിയൊക്കെ എടുത്ത് മൂക്കൊക്കെ മൂടി കെട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന്. കാരണം പൊടിയാണ്, പിന്നെ സിമൻറ്റ് എന്ന് പറയുന്ന സാധനം കെമിക്കലല്ലേ, അലർജിയൊക്കെ ആകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ഇടുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മൾ കമ്പിയൊക്കെ കെട്ടി സൈഡൊക്കെ പലകൊക്കെ വെച്ച് സെറ്റാക്കിയതാണ്. അതൊക്കെ നല്ല രീതിയിൽ വെച്ചില്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ പണി കിട്ടും കേട്ടോ. ഇതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും ലോഡ് വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ കുത്തി നല്ലോണം ഇറക്കണം. ആ സമയത്ത് ഇത് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഓരോ സൈഡ് പൊളിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയി പോകും കേട്ടോ. ഈ ചാന്ത് മുഴുവൻ ചാടിപ്പോയി പിന്നെ ഒരു ഉപകാരം ഉണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് അത് നല്ലോണം വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ഉള്ള ഹോളുകളൊക്കെ അടയ്ക്കുക. ചാൻസ് ഉള്ളത് മൊത്തം അടച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ഹോളായി നമ്മളേക്കും കുഴപ്പമില്ല, പക്ഷേ അതിലൊക്കെ സാധനം ചാടിപ്പോകും കേട്ടോ. അങ്ങനെ കോൺക്രീറ്റ് പണി ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ചേട്ടായി തന്നെ കേട്ടോ കഷ്ടപ്പെടുവാണേ. വെയിലാണ്. നീ അവിടെ വീഡിയോ പിടിച്ചോണ്ടിരിക്കട്ടോ. ഇതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാറാത്ത. കാരണം വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി അടക്കില്ല. ചിലപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും. ഇപ്പം ജസ്റ്റിനെ മനസ്സിലായില്ലേ എന്തോരം കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നതെന്ന്? അതിനാ ഇത് കഷ്ടപ്പാടൊന്നും ഇല്ലേ? അതല്ലേ പറഞ്ഞ കഷ്ടപ്പെട്ട വീഡിയോ. ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഇതിനകത്ത് കളിച്ചതിന് പിന്നെ ഫോൺ എടുക്കാൻ പറ്റിയ വീഡിയോ എടുക്കണേല്. അതുകൊണ്ടൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തു കേട്ടോ. ഇതുണ്ട്, ഇതുപോലെ നല്ലതുപോലെ കുത്തി ഇറക്കി കൊടുക്കണം കേട്ടോ. ഇതിനുള്ളിലേക്ക് നല്ലോണം നമ്മൾ ഈ നിരത്തി വെച്ചേക്കുന്ന കല്ലിനടയിലേക്കൊക്കെ നല്ലോണം ഇറങ്ങണം. അപ്പം നല്ലോണം ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് ഇറങ്ങിച്ചിടുള്ളൂ. അല്ല മോളി ഇങ്ങനെ നിൽക്കും. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുത്തി ഇറക്കിയതിന് ശേഷം ഇതുപോലെ നല്ല അടിപൊളി കോൺക്രീറ്റ് ആട്ടോ. നമ്മുടെ മിക്സിങ് അടിപൊളി ആയതുകൊണ്ടാണ് ഇതുപോലെ വരുന്നത് കേട്ടോ. മെറ്റൽ ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ, തല പൊക്കി പിടിച്ച് നിൽക്കും. പിന്നെ സൈഡൊന്നും ക്ലിയർ ആയില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ബാക്കി നാളെ. ഇപ്പം സമയം 3:30 ആനായി. അപ്പോൾ ഇന്നത്തെ കോൺക്രീറ്റ് ഇത്രയും ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതിനുള്ള സമയം കിട്ടിയുള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് പശുവിനെ കറക്കാനൊക്കെ ഉണ്ട്, സമയമായി. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പണി ഇവിടെ കൊണ്ട് നിർത്തി വീട്ടിൽ പോവുകയാണേ. ഈ വീഡിയോ കഴിയുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് ഇടാൻ പഠിക്കണം. അത് തന്നെ. അതുപോലെ ചെറിയ പണികളൊക്കെ പയ്യെ ചെറിയ കോൺക്രീറ്റൊക്കെ ആദ്യം ഇടുക. ഇട്ടിട്ട് ശീലിച്ച് കഴിയുമ്പോൾ ഇതുപോലെ വലിയതിലേക്ക് നീങ്ങുക. അപ്പോൾ ഒക്കെ എളുപ്പം. പെട്ടെന്ന് ഒറ്റയടിക്ക് വലിയ പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നും, മടുപ്പ് തോന്നും. അപ്പോൾ ചെറുതെടുത്ത് ശീലിച്ച് അതിന് ശേഷം വലുതിലേക്ക് പോകും. അപ്പോൾ ഒക്കെ ഈസി ആയിരിക്കും.
ഇതിൻ്റെ അളവും കൂട്ടുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഈ അളവും കൂട്ടും പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എത്ര ചെയ്യണമെന്നും ഇനിയിപ്പോൾ നമ്മൾ അത് തന്നെ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ പണിക്കാരെയൊക്കെ ഏൽപ്പിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എന്താ അതിൻ്റെ കുഴപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ദിവസം എത്ര ദൂരം നീങ്ങും, ഒരു കയ്യാളോടി നിന്ന് കഴിഞ്ഞാൽ എത്ര ദൂരം നീങ്ങും എന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ കഴിയും. ഇത് ഞങ്ങൾ എടുക്കുന്നൊന്നും ആരും നോക്കരുത് കേട്ടോ, കാരണം ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യത്തിനാണ്, നമ്മുടെ ബാക്കി പണികളൊക്കെ തീർത്ത് വന്നതിന് ശേഷം നമ്മുടെ സൗകര്യത്തിന് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അതാരും നോക്കരുത് കേട്ടോ. സമയം 11 മണി ആയിട്ടുള്ളൂ കേട്ടോ, പക്ഷെ നല്ല വെയില. 11 ആയിരിക്കുമല്ലായിരിക്കൂലേ. ഞങ്ങൾ വീട്ടിലെ പണിയൊക്കെ തീർത്ത് വന്നപ്പോഴത്തേനും സമയം പോയി. കുരങ്ങാണ് കേട്ടോ കരയുന്നേ. അതേ മരപ്പെട്ടിയോ എന്തോ കരയുന്ന വച്ചേക്കുന്നുണ്ട്. ഓട് ഞങ്ങൾ വെച്ചപ്പോൾ കുറച്ചൊരു സൈഡ് ലൂസായി പോയായിരുന്നു, അതുകൊണ്ട് കണ്ട് താഴെ പോയി കുറച്ച്. ഓ കോൺക്രീറ്റ് ഒക്കെ അടിപൊളിയാട്ടോ. കനൊക്കെ ഇത് കണ്ടോട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല കനത്തി കൊടുത്തിട്ടുണ്ട്. ഇത് കെട്ടിൻ്റെ പുറംഭാഗമായിട്ട് ഇതിവിടെ കൊണ്ട് ഏതെങ്കിലും കെട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഹൈറ്റ് കുറവാണ്. ഇത് ഇന്നലെ ഇട്ടാണേ, തട്ടണ്ട, തട്ടി പൊട്ടിപ്പോവും. അങ്ങനെ പൊളിക്കൽ കഴിഞ്ഞു കേട്ടോ, പൊളിക്കലും കഴിഞ്ഞു, കോൺക്രീറ്റ് ഇടലും കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇട്ട കോൺക്രീറ്റ് ആട്ടോ, ബെൽറ്റ് ഇട്ടാണേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. അല്ല, സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്നൊക്കെയാട്ടോ എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഈ വർക്ക് ചെയ്യുന്നത് വളരെ താല്പര്യം, എന്താ പറയുക, താല്പര്യമില്ല, വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക്, അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൈമിങ് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്രയോ, ഒരു 10:30 ആ സമയത്ത് ഇവിടെ പണിക്കാരെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെയൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. നേരത്തെയൊക്കെ എണീച്ച് പണിയൊക്കെ തീർക്കണം, അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നേരത്തെ എഴുന്നേക്കാൻ മടിയുള്ള കാര്യമാണ്. മടിയല്ല, ഇപ്പോൾ ഈ പശുവിൻ്റെ ഇതായതുകൊണ്ട് എപ്പോഴും അതിൻ്റെതായ ഒരു ടൈം ടേബിൾ ഉണ്ട്, അനുസരിച്ച്. പിന്നെ വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേനും കറക്കാനാകുമ്പോൾ പോകണം. അതുകൊണ്ടൊക്കെ ഞങ്ങളുടെ സ്വന്തമായ പണികളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കോൺക്രീറ്റ് പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പലക വൃത്തിയായിട്ട് വെയിൽ കൊണ്ട് വട്ടച്ച് പോകാതെ അടുക്കി വെക്കണം, കാരണം ഇനി നമുക്ക് ആവശ്യം വരും. വലിയ പണി കഴിഞ്ഞു കേട്ടോ, പക്ഷേ അതിൻ്റെ ബാക്കി പണികൾ ഇനിയുണ്ടേ. ഇത് എല്ലാ ദിവസവും കോൺക്രീറ്റ് ആയതുകൊണ്ട് ഒരു രാവിലെയും വൈകുന്നേരവും, പിന്നെ വെയിലൊക്കെ നല്ലോണം അടിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ 3 നേരവും ഒരു 5-8 ദിവസം, 8-10 ദിവസമൊക്കെ നല്ലോണം നനയ്ക്കണം കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള നല്ല സ്ഥലമാട്ടോ. അപ്പം ഞങ്ങൾ വരുന്നതുകൊണ്ട് എല്ലാ ദിവസം വരുന്നതാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നനയ്ക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.